റോഡിൽ ട്രാഫിക് നിയമം പഠിപ്പിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ മോട്ടുവും ഗതയുമായി നിരത്തിലിറങ്ങുന്ന മോട്ടു നിയമലംഘകർക്ക് ഗത കൊണ്ടുള്ള കൊട്ടും പാലിച്ചവർക്ക് മധുരവും നൽകിയാണ് കണ്ണൂരിൽ നിന്നും മടങ്ങിയത്. കാണാണ്ട് അത്രയൊക്കെ പോകാനുള്ള വഴിയാണ് കേട്ടോ. നോക്കിക്കോളാം കേട്ടോ. നല്ല ഡ്രൈവിംഗ് ആണ്, സൂക്ഷിക്കണം. ഹായ്, മോള് മുട്ട പിടിച്ചോ. അതെ, മുട്ട പിടിച്ചേ. ഹെൽമെറ്റ് തല വയ്ക്കൂ, തല വയ്ക്കൂ. വെച്ചോളൂ വെച്ചോളൂ വെച്ചോളൂ. തല വയ്ക്കൂ, തല വയ്ക്കൂ, തല വയ്ക്കൂ. ആ, അത് വെച്ചോളൂ വെച്ചോളൂ. ആ, വെച്ചോളൂ വെച്ചോളൂ വെച്ചോളൂ. ആ, ചിൻ സ്ട്രാപ്പ് ഉണ്ടോ? ചിൻ സ്ട്രാപ്പ് ഇട്ടോളൂ. ചിൻ സ്ട്രാപ്പ് എന്ന് വെച്ചാൽ ഈ സംഭവം ചിൻ സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഇതും കൂടെ ഇട്ടോളൂ. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കണം, ചിൻ സ്ട്രാപ്പ് ഉപയോഗിക്കണം കേട്ടോ. അപകടം ഉണ്ടാകാത്ത കേരളം ആയിരിക്കണം നമ്മൾ നിശ്ചയം കേട്ടോ. ഇനിയൊന്നും അപകടം ഉണ്ടാക്കാൻ പാടില്ല. അപകടങ്ങൾ കണ്ടിട്ടില്ലേ എത്ര അപകടങ്ങൾ വരുന്ന ഒരു ദിവസം? ഉണ്ടാകാൻ പാടില്ല കേട്ടോ. റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് മോട്ടോർ വാഹന വകുപ്പ് മോട്ടുവിനെ ഇറക്കിയത്. സംസ്ഥാന വ്യാപകമായി മാസ്കോട്ടായ മോട്ടു റോഡിൽ ഇറങ്ങും. കണ്ണൂരിൽ തിരക്കേറിയ സ്ഥലങ്ങളിലെല്ലാം മോട്ടു എത്തി. സീബ്ര ക്രോസിംഗുകളെക്കുറിച്ചും ട്രാഫിക് സിഗ്നലുകളിൽ എങ്ങനെ വാഹനം നിർത്തണം എന്നതിനെക്കുറിച്ചും ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമെല്ലാം മോട്ടു വാഹനം ഓടിക്കുന്നവർക്കും കാൽനട യാത്രക്കാർക്കുമെല്ലാം സന്ദേശങ്ങൾ കൈമാറി. ഇപ്പോൾ മോട്ടു കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ കാൽനട യാത്രക്കാർക്കുള്ള മുൻഗണന, അതാണ് മോട്ടു ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഈ സീബ്ര ലൈനിൽ നിൽക്കുന്ന കാൽനടക്കാർക്ക് ഒരു മുൻഗണന കിട്ടുന്നില്ല. 90% ആൾക്കാർ ഇപ്പോൾ നിയമം പാലിച്ചാണ് പോകുന്നത്. അപ്പോൾ മോട്ടുവിൻ്റെ കയ്യിൽ ഒരു ഗതയുമുണ്ട്, ഒരു മുട്ടായുണ്ട്, ഒരു ചോക്ലേറ്റും ഉണ്ട്. അപ്പോൾ റോഡ് സുരക്ഷ പാലിക്കുന്നവർക്ക് മോട്ടു മുട്ടായി കൊടുക്കും, പാലിക്കാത്തവർക്ക് ഒരു സ്നേഹ സമ്മാനം എന്ന് വിചാരിച്ച് ഈ ഗത കൊണ്ടുള്ള ഒരു ചെറിയ സ്നേഹ ഫലമുള്ള കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബോധവൽക്കരണമാണ് മോട്ടു നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രാഫിക് നിയമലംഘനങ്ങൾ ഒരു പരിധിവരെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വി പ്രജിത്ത് പറഞ്ഞു. കാൽനട യാത്രക്കാരെയും വാഹനം ഓടിക്കുന്നവരെയും ഒരുപോലെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോട്ടു എല്ലായിടങ്ങളിലും എത്തുന്നത്. കാൽനട യാത്രക്കാർക്ക് ക്രോസ് ചെയ്യാൻ നിശ്ചയിച്ച സ്ഥലത്ത് അവർ തന്നെയാണ് രാജാവെന്നും വി പ്രജിത്ത്. പെഡസ്ട്രിയൻ ക്രോസിംഗ് ആളുകൾക്ക് റോഡിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് കാൽനട യാത്രക്കാർക്ക്, അതുപോലെ തന്നെ ബാക്കി അതർ റോഡ് യൂസേഴ്സിനാണ്. അപ്പോൾ ഈ കാൽനട യാത്രക്കാർക്കുള്ള അപകടങ്ങൾ കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർക്കും ഒരുപോലെ തന്നെ ബോധ്യപ്പെടുത്താനാണ് മോട്ടുവിൻ്റെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വാഹനം വരുമ്പോൾ അതിന് പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് മുന്നേ ഒരു സ്റ്റോപ്പ് ലൈൻ വേണം. പക്ഷേ ഒരു വാഹനവും സ്റ്റോപ്പ് ലൈൻ നിർത്തുന്നില്ല. അവർ ആൾക്കാരെ കണ്ടാൽ തന്നെ പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ കണ്ടാൽ തന്നെ ആൾക്കാർ കയറിയിരിക്കുന്ന കണ്ടാൽ തന്നെ റോഡിലേക്ക് വാഹനം കയറ്റുന്ന ഒരു പ്രവണതയാണുള്ളത്. അത് ജനങ്ങളിൽ കൂടുതൽ അവബോധം, പിഴ അടപ്പിച്ച് അവരെ ബോധവൽക്കരിക്കുന്നതിലും കൂടുതൽ നന്നായി ഈ മോട്ടുവിനെ കൊണ്ട് നമുക്ക് പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിത് കഴിഞ്ഞ മാസം റോഡ് സുരക്ഷാ മാസ ആചരണത്തിൻ്റെ ഭാഗമാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇത് കൂടുതൽ ജനങ്ങളിൽ എത്തുന്നത് കൊണ്ട് തുടർന്നും ഈ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെയും അതുപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഇനി കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ട്രാഫിക് ബോധവൽക്കരണ മാസാചരണത്തിന്റെ ഭാഗമായാണ് മോട്ടുവിനെ രംഗത്തിറക്കിയത്. എന്നാൽ ഈ പ്രചരണം തുടരാൻ മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശം നൽകുകയായിരുന്നു. ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താനും മോട്ടു സന്ദർശനത്തിന് കഴിയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.